ഹലോ! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു രാത്രി. അപ്പോൾ നല്ല മഴയായിരുന്നു രാത്രി മീൻസ് ഒരു 7 മണി മുതൽ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇപ്പോൾ സമയം 8 മണിയാവാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഉടനെ 8 മണിയാവും. അപ്പോൾ മോൻ കുറച്ച് നേരത്തെ എണീറ്റു. അപ്പോൾ ആൾക്ക് എഴുന്നേറ്റ് ടി വി ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മിച്ചർ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി വേണം അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി നോക്കിയായിരുന്നു. മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയപ്പോഴേക്കും മഴ പെയ്തതായിട്ടൊരു ഒരു ഒരു തെളിവുമേ ഇല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ദൈവമേ ഇനി ഞാൻ സ്വപ്നം കണ്ടതാണോ ഇതിങ്ങനെ മഴ പെയ്യുന്നതായിട്ട് എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി നടന്നപ്പോഴേക്കും ഇലകൾ തറയിൽ കിടക്കുന്നതൊക്കെ നനഞ്ഞ് കിടപ്പുണ്ട്. പക്ഷേ അല്ലാണ്ട് തറയൊക്കെ ഉണങ്ങി നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ചൂട്. രാവിലെ ആയതേ ഉള്ളൂ, അതിനു മുന്നേ ആ മഴ പെയ്തതിൻ്റെതെല്ലാം പോയി. അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്നിനി അടുക്കളയിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അടുക്കളയിലോട്ട് പോവാം. അങ്ങനെ ഞാൻ എന്നെ തന്നെ തള്ളി ഉന്തി അടുക്കളയിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. എനിക്കിപ്പോൾ രാവിലെ എന്താണെന്നറിയില്ല, എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും ആദ്യം എഴുന്നേറ്റുകൊണ്ടിരുന്ന ആൾ കേട്ടോ. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ട് എല്ലാം തണുപ്പിക്കാനൊക്കെ വെച്ച് കഴിയുമ്പോഴായിരിക്കും മോൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ എനിക്ക് അവന് ചായ കൊടുക്കാനൊക്കെ എളുപ്പമാണല്ലോ. ഇപ്പോൾ അത് നേരെ തിരിച്ചാണ്. ഞാനാണ് ഏറ്റവും അവസാനം എഴുന്നേൽക്കുന്ന ആൾ. അച്ഛനും മോനും ഒക്കെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരിക്കും. ഇന്ന് രാവിലത്തെ എൻ്റെ പരിപാടി ആദ്യം ചായയിടലല്ലായിരുന്നു കേട്ടോ. മോന് ഞാൻ നട്ട്സിൻ്റെ പേസ്റ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ അരച്ച് വെച്ചിരുന്നത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ ഞാനത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കയറിയിട്ട് ഞാൻ ആദ്യം അതിനെ ഒന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ളത് ഞാൻ പാത്രത്തിലോട്ട് മാറ്റി. പിന്നെ ബാക്കി ജാറിനകത്തുണ്ടായിരുന്നത് ഞാൻ പാലൊഴിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം ഞാൻ കളയാതെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഞാൻ അടുപ്പത്തോട്ട് മാറ്റി. പിന്നെ ഇപ്പുറത്ത് നമുക്ക് ഉള്ള പാലും കൂടെ ഇനി വെക്കാനുണ്ട്. അപ്പോൾ അത് വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ മാവും തേങ്ങയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ തണുപ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇഡ്ഡലി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ രാവിലെ തന്നെ തപ്പിപ്പിടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. കിച്ചണിൻ്റെ താഴെ നമുക്ക് ഈ കബോർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കണ്ടോ എല്ലാം ഇങ്ങനെ വാരി ഇട്ടതുപോലെയാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഞാനിനി 2, 3 ബാസ്ക്കറ്റ് കൂടെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഈ വാരി ഇട്ടേക്കുന്ന കുറേ സാധനങ്ങൾ ആ ബാസ്ക്കറ്റിനകത്ത് പോകുമല്ലോ. ഇപ്പം നമുക്ക് വർക്ക് ഏരിയയിലൊരു വലിയ ബക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്താണ് കുറേ സാധനങ്ങൾ വെച്ചേക്കുന്നത്. പാത്രങ്ങളല്ല, അല്ലാണ്ട് നമ്മൾ ഈ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അതിലാണ് കൊണ്ടുപോയി വയ്ക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഒതുങ്ങിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ആകെ മെസ്സായിട്ട് കിടന്നേനെ. രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ചതാണ്. അതിനുശേഷം പിന്നെ മോനുള്ളത് ഞാൻ നേരത്തെ തന്നെ തിളപ്പിച്ച് ആറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമുക്കുള്ള ചായയാണ് അടിച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ ഇതിൽ ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ചായ കുടിച്ചില്ല. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ മാവൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ പാക്കറ്റ് മാവാണ്. കാരണം ഇവിടെ നമുക്ക് ഇൻഡക്ഷനും ഗ്രൈൻഡർ, ഹീറ്റർ ഈ വക സാധനങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഭാഗ്യത്തിന് ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ടിവി, ഫാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ വക സാധനങ്ങൾ എന്താണെന്നറിയില്ല ഉപയോഗിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഈ പാക്കറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ മാവ് അരച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ നിർത്തി. പിന്നെ ഇഡ്ഡലിക്കുള്ളതെല്ലാം ഞാനെടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി വന്നതിന് ഞാൻ ഫ്രിഡ്ജിലും വെച്ചു. പിന്നെ കുറച്ചെടുത്ത് ഞാൻ മുഖത്ത് വെച്ചോട്ടെ. എനിക്ക് ഈ ഇഡ്ഡലി മാവ്, അതായത് നമ്മുടെ ഈ ദോശമാവ് ആ ഒരു സാധനം നമുക്ക് ഫേസിൽ തേക്കുമ്പോൾ ഭയങ്കര ഒരു മാറ്റം വരും. അതായത് നമ്മുടെ ടാനൊക്കെ വേഗം റിമൂവ് ആയി പോവേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് പാക്കാണത്. നിങ്ങളെപ്പം എൻ്റെ സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. എൻ്റെ ഏറ്റവും വലിയൊരു ആളാണ് എൻ്റെ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബാക്കി കുറച്ച് സ്പൂണിലിരുന്ന് തന്നെ ഞാൻ എടുത്ത് എൻ്റെ ഫേസിലിട്ടതാണ് കേട്ടോ. അതിന് കുറച്ച് സമയം അവിടെ കിടക്കട്ടെ. പിന്നെ കറി ഇന്ന് നമുക്ക് ചമ്മന്തി കറിയാണ്. പൊതുവേ ഞാനങ്ങനെ ഇഡ്ഡലിക്ക് ചമ്മന്തി കറി വെക്കുന്നത് കുറവാണ്. എന്നാലും ഇന്ന് കുറേ നാളായിട്ട് ഇഡ്ഡലിയും ചമ്മന്തിയും കഴിച്ചിട്ട് ഒരുപാട് നാളായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചമ്മന്തി കറിയാക്കി. പിന്നെ പച്ചക്കറി രാവിലെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു തക്കാളി, ഇച്ചിരി വലിയ തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. ഒരാളെ എറിഞ്ഞ് വീഴ്ത്താൻ പാകത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എന്തൊക്കെയുണ്ട്, എന്താ തോരനുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതപ്പം ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇവിടെ ദേ അച്ഛൻ പിന്നെ പുറത്ത് പോയതൊന്നും മോൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൾ എണീക്കുന്നതിന് മുന്നേ ആൾ എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കട തുറന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ്. രാവിലെ ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര പിണക്കമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആൾ നൈസായിട്ടൊന്ന് പോയി. പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കിയിട്ടാണ് ഇപ്പോൾ വന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ഗുസ്തിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ സമയത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു കലാപരിപാടിയായിരിക്കും. അച്ഛനെ കാണാതെ രാവിലെ എഴുന്നേറ്റ് ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ ചോദിക്കും അച്ഛൻ എവിടെ പോയി എന്നൊക്കെ ചോദിക്കും കണ്ടില്ലെങ്കിൽ. അപ്പോൾ വരുന്നത് വരെ ആളൊന്ന് ഇങ്ങനെ പാവം പോലെ ഇരുന്നിട്ട് വന്നു കഴിയുമ്പോഴേക്കും ആളുടെ സ്വഭാവമൊക്കെ മാറും. അപ്പോൾ അങ്ങനെ വന്ന് എല്ലാവർക്കും നമ്മൾ എല്ലാവരും കൂടെ കുറേ സമയം നമ്മുടെ ഒരു കുറച്ച് സമയമൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും കളിച്ചും ചിരിച്ചും ഒക്കെ അങ്ങനെ നിൽക്കും. പിന്നെ ഇനി അവർക്ക് കുളിക്കാനും കഴിക്കാനും ഒക്കെ ഉള്ള സമയമായി വരുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ ഫ്രഷ് ആവാറുണ്ട്. ഇവർ ഇച്ചിരി പതുക്കെ ഫ്രഷ് ആവാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട്
അവരുടെ കളിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിക്കുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ചോറ് വയ്ക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ കഴുകി എടുക്കുന്നുണ്ടായിരുന്നു. കാരണം ചമ്മന്തി എടുത്ത് മാറ്റിയപ്പോഴേക്കും എനിക്കൊരു അടുപ്പ് ഫ്രീ ആയി. അപ്പോൾ ആ സമയത്ത് ഇതും കൂടി എടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ തിളപ്പിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇന്ന് ഉച്ചത്തേക്ക് വേറെ കറിയും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. കാരണം ഇന്ന് നമ്മൾ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെയാണ് ഇന്ന് ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഇന്ന് അവിടെയാണ് ഇന്ന് എനിക്കുള്ള ജോലിയൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ എന്നാലും രാത്രിയത്തേക്ക് നമുക്ക് വരുമ്പോൾ ഫുഡ് കഴിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ ചോറ് ഇറക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. ആ സമയമായപ്പോഴേക്കും എൻ്റെ ഇഡ്ഡലിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അതും ഇളക്കിയെടുത്തു. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പാത്രത്തിൽ ഒരുപാട് ഓയിലൊന്നും അങ്ങനെ തേച്ചിട്ടില്ലേ. ഒന്ന് ചെറുതായിട്ട്, സാധാരണ ഞാൻ നിറച്ചിങ്ങനെ ഓയിൽ തേച്ച് വയ്ക്കും ഇളകി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും നന്നായിട്ട് ഇഡ്ഡലി ഇളകി കിട്ടിയിട്ട് എനിക്ക് ആ ഇഡ്ഡലി ഇങ്ങനെ നമ്മൾ വേവിക്കുന്ന ആ സമയത്തല്ല, അതിങ്ങനെ ഇളകി വരുന്നൊരു സമയത്താണ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടുന്നത് കേട്ടോ. ചില സമയത്ത് എത്ര ഓയിൽ തേച്ചാലും ആ മാവിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് ഇളവി കിട്ടൂലല്ലോ. പക്ഷേ ഇതാണെങ്കിൽ നല്ല പോലെ നല്ല ഇഡ്ഡലിയുമായിരുന്നു. പെട്ടെന്ന് ഇളകി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അത് അപ്പം തന്നെ ആ പാത്രങ്ങളെല്ലാം ഇട്ട് കഴുകി എടുക്കുന്നുണ്ട്. നമുക്ക് വേഗം ഒന്ന് പോകണമല്ലോ. അപ്പോൾ കുഞ്ഞാളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളതുകൊണ്ട് കുഞ്ഞാളും ഞാനും കൂടെയാണ് എല്ലാ പാത്രങ്ങളും കഴുകിയെടുത്തത്. മോൻ ഒരു തട്ട് തന്നെയാണ് അത്രയും നേരം കഴുകിയത് കേട്ടോ, പാവം. ഞാൻ പിന്നെ പറഞ്ഞ് പറ്റിച്ച് ബാക്കിയെല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അവന് പറ്റാത്ത പാത്രങ്ങളൊക്കെ എത്തിയപ്പോഴേക്കും ഞാൻ അവനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നിന്ന് കഴിഞ്ഞാൽ ആകെ മൊത്തം മെസ്സാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ബാക്കി ഞാൻ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എനിക്കുള്ള ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നു. മോനുള്ളതും കൊടുത്തിട്ടുണ്ടായിരുന്നു. മോന് ഞാനല്ല, അവൻ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമ്മൾ പിച്ച് ഒന്നിട്ടിട്ട് കറി പ്രത്യേകമായിട്ട് അത് മറ്റേ റോ ഉള്ള പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ കഴിച്ചോളും. പിന്നെ കഴുകി വെച്ചിരുന്നേക്ക് ഇനി എടുത്ത് ഉണക്കാൻ വെക്കണം. അത് ഞാൻ പുറത്ത് നമ്മൾ പഴയ രീതിയിൽ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ തന്നെയാണ് ഞാൻ കൊണ്ട് ഉണങ്ങാൻ വെക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് ഉണങ്ങി കഴിയുമ്പോൾ എടുത്ത് അകത്ത് വെക്കും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ പാത്രം അവിടെ ഇട്ട് കഴുകുന്നത് ഇപ്പോൾ ഇച്ചിരി കുഴപ്പമാണ്. കാരണം എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഈച്ചയുടെ ഒരു ശല്യം ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. ഇപ്പോൾ പാത്രങ്ങളൊന്നും അവിടെ കൊണ്ട് ഇടാത്തത് കൊണ്ട് കുറവുണ്ട്. അത് നന്നായിട്ട് മാറിയതിന് ശേഷം വീണ്ടും അങ്ങോട്ട് മാറ്റണം. എന്നിട്ട് ഞാൻ പിന്നെ കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി. ഇനി നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം തന്നെ പിന്നെ ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം മഴയും ഉണ്ട്, വെയിലും ഉണ്ട്, അങ്ങനെ ഒരു ഇതാണ്. ഇവിടെ സത്യത്തിൽ എല്ലാവർക്കും പനിയും ജലദോഷവും ചുമയും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയമാണ് കേട്ടോ. ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ്. മഴ അത്ര ഭയങ്കരമായിട്ട് കൂടുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ്. ഇപ്പം നല്ല മഴയാണ്. ഇപ്പോൾ ഫുൾ ടൈം മഴയാണ് ഇവിടെ. അങ്ങനെ അടുക്കളയിൽ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ പിന്നെ മോനെ കൊണ്ടൊന്ന് പറമ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ വെട്ടി ഞാനും ചേട്ടനും കൂടി മാറി മാറിയാണ് വെട്ടുന്നത് കേട്ടോ. കൂടുതൽ ആൾ തന്നെയാണ് ചെയ്യുന്നത്. ഞാനൊന്ന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ദേ ഈ തെങ്ങ് നിൽക്കുന്നതിൻ്റെ ഇതുവരെ നമുക്ക് വെട്ടാനുള്ളതാണ്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെട്ടണം എല്ലാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുളത്തിലാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കുളം. ഇതിൻ്റെ പേരാണ് വെൺകുളം. ഇവിടെ ഞാൻ മെയിനായിട്ട് ഈ സ്ഥലത്തോട്ട് വരുന്നത് പറമ്പിൽ പണിയെടുക്കാനല്ല. ഞാൻ മെയിനായിട്ട് ഇവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം ഈ കുളത്തിൽ ചാടുക, ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കുക എന്നുള്ളതാണ്. കണ്ട, നല്ല ആഴമുള്ള കുളമാണ്. പിന്നെ ഇവിടെ മത്സ്യകൃഷിയൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് നീന്താനൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാനിവിടെ ഒരു 4-5 പടിയുള്ളതിൽ ഇവിടെ കയറി ഇങ്ങനെ ഇരിക്കും. പിന്നെ ചേട്ടൻ്റെ കൈ പിടിച്ച് കുറച്ചൊന്ന് താഴോട്ട് ഇറങ്ങി മുങ്ങിയൊക്കെ വരും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങാറില്ല. ഇറങ്ങിയാൽ പിന്നെ പൊങ്ങി വരാറില്ല, അതാണ് കാര്യം. ഇത്രയും വലിയ കുളമാണ് ഇവിടെ. ഈ ഏരിയയിലുള്ളതിൽ വലിയ കുളമാണ് ഇവിടെ. ഞാൻ നീന്തിട്ട് എന്തോന്നല്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഫുഡുമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഉച്ചയായപ്പോൾ നല്ല മഴ വന്ന് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയ്ക്ക് മുന്നേ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ അവിടെ ചെന്ന് വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് ചോറ് ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു. പിന്നെ രാവിലെ നമ്മൾ വേറെ ഒന്നും വെച്ചില്ലല്ലോ, പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല, ക്ലീനാണ് കിച്ചണൊക്കെ. അപ്പോൾ ഞാൻ ചോറ് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും രാത്രിയത്തേക്കുള്ള എന്തെങ്കിലും കറി വെക്കണം. അപ്പോൾ ചോറ് എന്തായാലും ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തുണി കിടന്നതൊക്കെ എടുത്ത് അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. അപ്പോൾ അതും അവിടെ അലക്കി കിട്ടുന്ന സമയം കൊണ്ട് ഞാനൊന്ന് മുറ്റം അടിക്കാമെന്ന് വെച്ചു. ആകെ ഇലയും അതും ഇതൊക്കെ പിടിച്ച് കിടക്കുകയാണ്. മഴ ഇവിടെ അധികം മഴക്കോളുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, ചെറിയ രീതിയിൽ മഴക്കോളുണ്ട്. അപ്പോൾ എന്തായാലും വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ എന്തായാലും ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴയായി, വീട്ടിലെത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെ അനക്കൊന്നുമില്ല. എന്തായാലും ചെറിയ രീതിയിൽ ഒരു മഴക്കോളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് അടിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതും കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇന്ന് എന്തായാലും ഇപ്പോൾ ഒന്ന് ഉണങ്ങി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് മുറ്റം അടിക്കട്ടെ. പിന്നെ ഞാൻ ശരവടേന്ന് മുറ്റമടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ല, 2 ദിവസം ആയെന്ന് തോന്നുന്നു മുറ്റമടിച്ചിട്ട്. കാരണം മഴ അങ്ങനെ ചാറി ചാറി നിന്നതുകൊണ്ട് ഞാൻ ഉണങ്ങാൻ വേണ്ടി അടിക്കാണ്ട് ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം കൂടെ ഒരിടത്തിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ അതാണ് നല്ലത്. പുകഞ്ഞായാലും പതുക്കെ പതുക്കെ കത്തിക്കോളും. അങ്ങനെ ഞാൻ ഈ സൈഡെല്ലാം അടിച്ചു, അപ്പുറത്തെ സൈഡും അടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒരു സൈഡിലിട്ട് ഞാൻ കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ ആളി കത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും പതുക്കെ പുകഞ്ഞായാലും അങ്ങ് കത്തി കിട്ടിക്കോളും. മഴ ഒന്ന് ചാറി, ഇപ്പോൾ വെയിലുണ്ടെങ്കിലും
ഇടയ്ക്ക് ഞാൻ അടിച്ചുകൊണ്ട് നിന്ന സമയത്ത് ഒന്ന് ചാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 സൈഡിലായി കത്തിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് എല്ലാ സൈഡിൽ നിന്നും കത്തി തീർന്നോളും. പിന്നെ ഇതിന് കുറച്ച് വേസ്റ്റ് വീടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് എടുത്തൊക്കെ കൊണ്ടുപോയി ഇടട്ടെ കേട്ടോ. ഈ കല്ലിൻ്റെ മേളിൽ മൊത്തം ഡൈപ്പറാണ്. ഇതിപ്പോൾ കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും പൊട്ടിച്ചിടണം. പിന്നെ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട്. അപ്പുറത്തെ പട്ടികളാണ് കുറയ്ക്കണേ. വീടിൻ്റെ ഉള്ളിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടെയൊക്കെ ഒന്നെടുത്ത് കത്തിക്കണം. പിന്നെ മോൻ്റെ ഇല്ലാണ്ടാവുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു നിക്കറ്, ഉടുപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി എടുത്ത് കത്തിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റ് ഇങ്ങനെ വീട്ടിനുള്ളിൽ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഇനി നോക്കിയിട്ട് കത്തിക്കാൻ ഇടട്ടെ. അങ്ങനെ പുറത്തുള്ള പണികളൊക്കെ കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറി വന്നപ്പോഴാണ് ഇവിടെ മോനെ ഉറക്കാൻ വന്നിട്ട് അച്ഛനും മോനും കൂടെ ഒന്നിച്ച് കിടന്നുറങ്ങുന്നു. അപ്പോൾ പിന്നെ ഞാനും കുറച്ച് സമയം ഒന്നിരുന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനും കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് കയറിയത്. സന്ധ്യയായപ്പോഴേക്കും ഞാൻ പിന്നെ വീണ്ടും അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. മോൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, ചേട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വെറുതെ കിടന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ചോറ് വാർത്ത് വെച്ചാൽ ഞാൻ നിവർത്തിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാനൊന്നെടുത്ത് നിവർത്തി വെച്ചു. പിന്നെ അവിടെയായിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയോ പാത്രങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. അത് എടുത്തതാണോ ഉപയോഗിക്കാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും രാവിലെ കറി വെച്ചതൊക്കെ പിന്നെ കറി ഇല്ല തീർന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് രാത്രി ഒരു 1-2 ഇഡ്ഡലി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മോൻ കഴിക്കോ ഇല്ലേ എന്നുള്ള അറിഞ്ഞൂടെ. എന്നാൽ അത് കഴിക്കാനുള്ള കറിയുമില്ല. പക്ഷേ ഇന്നലെ വെച്ച ഫുഡിൻ്റെ കുറച്ച് ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ എന്തെങ്കിലും വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ചു. രാത്രി മാത്രം മതിയല്ലോ. ഒരു മുട്ട കൂടെ നമ്മൾ പൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് തട്ടിക്കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വിഷയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കറിയൊന്നും വെക്കാൻ വേണ്ടി നിന്നില്ല. പിന്നെ രാവിലെ കൊണ്ടുവന്ന ആ പച്ചക്കറിയൊക്കെ ഞാൻ കവറിൽ അങ്ങനെ വെച്ചേക്കായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് തട്ടി പിന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് എല്ലാം ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈ പച്ചക്കറി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ മത്തങ്ങയിലൊക്കെ ഈ കുരുവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ അപ്പം തന്നെ അതങ്ങ് മാറ്റും. അങ്ങനത്തെ ഇതൊന്നും ഞാൻ ഫ്രിഡ്ജിനകത്തെടുത്ത് വെച്ചിരുന്നാൽ പെട്ടെന്ന് ഇങ്ങനെ അത് അഴുകി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റും പിന്നെ പഴയ പച്ചക്കറിയിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അതൊക്കെ ഞാൻ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഓറഞ്ചും പിന്നെ കുറച്ച് നമ്മുടെ ഞാറപ്പഴം, പിന്നെ അതായത് ഒരു ടൈപ്പ് ഓഫ് ബ്ലൂബെറി ഉണ്ടല്ലോ, അതിനെ ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത്. ഇവിടെ കൂടുതലും ഞാറപ്പഴം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ ഓറഞ്ചും ആ സാധനം കൂടെ ചേർത്ത് ഞാനൊരു ജ്യൂസാക്കി അടിച്ചതായിരുന്നു. ആദ്യം അത് ഞാനൊരു വലിയ അരിപ്പിലിട്ട് അരിച്ചു, എന്നിട്ട് ചെറിയൊരു അരിപ്പിലും കൂടെ ഇട്ട് അരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോഴും നമുക്ക് നല്ല ലംസൊന്നും ഇല്ലാണ്ട് നല്ല ജ്യൂസായിട്ട് കിട്ടും. ഈ ഒരു കളറിൽ കിട്ടും നമുക്ക്. അപ്പോൾ അത് ഞാൻ 2 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചെടുത്ത് നമ്മൾ രണ്ടുപേരും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സന്ധ്യയായി കഴിഞ്ഞ് രാത്രി ആവാനുള്ള സമയമായപ്പോൾ ഞാൻ ജനലൊക്കെ അടച്ചു. കൊതുകിൻ്റെ ശല്യം ഉണ്ട് ഇപ്പോൾ കുറച്ച് അധികമായിട്ട്. അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ നമ്മുടെ തുണി അലക്കിയിട്ടിരുന്നത് കുറച്ച് ഇത് ഇന്നത്തെയല്ല ഇന്നലത്തെയാണ്. അപ്പോൾ അത് അങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. കൂടുതലും ഇപ്പോൾ അന്നെന്നുള്ളത് അന്നന്ന് ചെയ്യാറുണ്ട്. ചിലപ്പോൾ കൂടിപ്പോവാറുമുണ്ട്. എന്നാലും എൻ്റെ ഒരു മൂഡനുസരിച്ച് ഞാനത് മടക്കണോ എടുക്കണോ എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ സമയത്ത് മോൻ എഴുന്നേറ്റിട്ടില്ല. മോൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങിയതുകൊണ്ട് തന്നെ ആളിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. പിന്നെ കുളത്തിലൊക്കെ പോയി കിടന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സുഖം കൊണ്ട് ആൾ നല്ല ഉറക്കമാണ്. അല്ലെങ്കിൽ ഇതിന് മുന്നേ തന്നെ എഴുന്നേറ്റാണ്. അവന് ഈ കുളത്തിലൊക്കെ പോയി ഇതേപോലെ നമ്മൾ കുളിക്കുന്ന പോലെ കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളമൊക്കെ നല്ല ഇഷ്ടമാണ്. പണിയെല്ലാം ഒതുക്കിയിട്ട് വന്നപ്പോൾ ചേട്ടന് ഇവിടെ ഓഫീസിലെ കുറച്ച് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ ലൈറ്റൊക്കെ ഇട്ടു. ഇപ്പോൾ മഴയുടെ ഒരു ഇതുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇരുട്ട് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ലൈറ്റ് ഇടാനുള്ള സമയമൊന്നും ആയിട്ടില്ല. എന്നാലും ഞാൻ ലൈറ്റൊക്കെ ഇട്ട് പോയി മുടിയൊക്കെ ചീകി അതൊക്കെ കെട്ടിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. മുടി ഒരുപാട് എണ്ണ ഞാനിന്ന് വാരി തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആകെ എണ്ണ മയത്തിലാണ് ഞാനിന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കുറേ സമയം വെറുതെയൊക്കെ ഇരുന്നിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്ന ഫുഡ് ഫ്രിഡ്ജിലുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ എടുത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇനി നേരത്തെ അങ്ങ് ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. എനിക്ക് നേരത്തെ അങ്ങ് വിശക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ചതൊക്കെ അങ്ങ് ദഹിച്ച് പോയെന്ന് തോന്നുന്നു. ഞാൻ വൈകുന്നേരം വന്ന് ജോലിയൊക്കെ ചെയ്തപ്പോഴേക്കും. പിന്നെ അതൊക്കെ ചൂടാക്കി വെച്ചതിന് ശേഷം പിന്നെ മുട്ട കൂടെ ഒരു 2 മുട്ട കൂടെ എടുത്തിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഞാൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് പൊരിച്ചെടുത്തു. എന്നിട്ട് എല്ലാവർക്കും വേഗം തന്നെ ഫുഡൊക്കെ കൊടുത്ത് കിച്ചൺ ക്ലോസ് ആക്കണം. അതാണ് എൻ്റെ ഒരു ഇതൊന്നും. രാത്രി എനിക്ക് അധികം അങ്ങനെ വീണ്ടും വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഉച്ചത്തേക്ക് എന്തെങ്കിലും വെക്കുന്നെങ്കിൽ രാത്രി അതും കൂടെ എടുക്കാനാണ് കൂടുതൽ ശ്രമിക്കാറ്. പിന്നെ ചില ദിവസം എന്തെങ്കിലും പ്ലാൻ കാണും. രാത്രി ഇത് വെക്കണം എന്നൊക്കെ പ്ലാനുള്ള ദിവസമാണെങ്കിൽ മാത്രമാണ് രാത്രി അടുക്കളയിൽ കയറി പണിയുള്ളത് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എല്ലാവരുടെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി പാത്രം കഴുകി എല്ലായിടും ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. സിങ്കും എല്ലാം കഴുകി സെറ്റാക്കി വെച്ചു. ഇനി വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നാളത്തേക്കുള്ളതാണ്. ഇന്ന് തിളപ്പിച്ച് വെച്ചാൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും അഥവാ രാത്രി കുടിക്കുന്ന വെള്ളം പോയാലും നമുക്ക് രാവിലെ കുടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൽ ഒന്നുമില്ല, ചോറൊന്നും ഇറക്കി വെച്ചിട്ടില്ല. പിന്നെ ഇത് താറാവിനുള്ള ഫുഡാണ്. ബാക്കി വന്ന ഫുഡ് അങ്ങനെ വെച്ചേക്കാണ്. ഇത് നാളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയൊക്കെയാണ്. ഇനി ഒന്ന് കുടിക്കണം.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും കുളിച്ചു. മോനെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് കട്ടിലിരുത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സമയം 9 മണിയൊക്കെ ആവാൻ പോകുന്നേ ഉള്ളേ. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇനിയൊരു 10-10:30 ആകുമ്പോഴേക്കും തിരിച്ചു വരും. പിന്നെ എൻ്റെ വെള്ളം തിളപ്പിക്കാൻ വെച്ചത് ഞാൻ അവിടെ അങ്ങനെ വെച്ചേക്കുമായിരുന്നു. അത് തിളച്ചിങ്ങ് വരുന്ന സൗണ്ട് ഇവിടെ കേൾക്കാം. അത് വിട്ടൊക്കെ ഞാൻ സത്യത്തിൽ മറന്നുപോയി. അത് നന്നായിട്ട് തിളച്ചു. അപ്പോൾ അതിനെ ഓഫ് ചെയ്ത് അടുപ്പിൽ തന്നെ അങ്ങ് വെച്ചേക്കാം. അവിടെ തന്നെ അങ്ങനെ ഇരുന്നോട്ടെ, അതവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് അടുക്കളയുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് പോയി കിടക്കാം. നമുക്ക് നേരത്തെ കിടക്കാം. ചേട്ടനി വന്നിട്ട് വിളിച്ചോളും. അപ്പോൾ എനിക്ക് വാതിൽ തുറന്ന് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വരുമ്പം തുറന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നാളെ അമ്മയ്ക്ക് കൈ എങ്ങനെയാണെന്ന് നോക്കണം. കൈക്ക് ഇന്ന് നീരിച്ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് മെയിനായിട്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇനി ഒട്ടും കുറവില്ലെങ്കിൽ പോയി നാളെയും കൂടെ ഫുഡ് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരല്പമൊക്കെ വയ്യാതെ ആണെങ്കിലും പുള്ളിക്കാരി ചെയ്തോളും. അത്ര തീരെ വയ്യാണ്ടാവുന്നെങ്കിൽ മാത്രമേ ചെയ്യാതിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ല എന്നൊക്കെ പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.